സോ നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത പോലെ സ്ട്രേഞ്ചർ തിങ്സ് 5 ട്രെയിലർ വന്നു. അത് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ഇടുന്നത്. സോ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ ട്രെയിലർ ഫസ്റ്റ് തന്നെ വെക്നെ കാണിക്കും. വെക്നയുടെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് നേരത്തെ ഉള്ള വെക്നെ, അതായത് സീസൺ 4 മുമ്പുള്ള വെക്നെയാണ്. സീസൺ 4 കാണിച്ച ആ വെക്നെയാണ്. പിന്നെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള ഹോക്കിൻസാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു സീസൺ 4 എൻഡിലുള്ള എർത്ത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒത്തിരി ക്യാരക്ടേഴ്സിന് മരണം ഉണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 TVMA എന്ന് പറയുന്നൊരു റേറ്റിങ്ങിനാണുള്ളത്. അതായത് ഫിലിംസിലെ 6 റേറ്റിംഗ് പറയും. പിന്നെ ടോപ്പ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് 11ൻ്റെ പവറിന് മേജറായിട്ടൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ആ ട്രെയിലർ തന്നെ ഉണ്ട്, ഒരു മിലിറ്ററി ബോർഡ് ജമ്പ് ചെയ്ത് അപ്പുറത്ത് പോകുന്നു. പിന്നെ ഹോക്കിൻസ് മിലിറ്ററി ലോക്ക്ഡൗണിലാണ്. സീസൺ 4 ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് 18 months കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഇവൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെക്നയുടെ വെയർ ബോട്ട്സ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ വെക്നയെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ള പ്ലാനിലാണ് ഈ സീസൺ പോകുന്നത്. സീസൺ 5 വെക്നയുടെ വെസൽ വില്ലായിരിക്കും. അവസാന സീനിൽ പറയുന്നുണ്ടല്ലോ, യു ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ വൺ ലാസ്റ്റ് ടൈം. പിന്നെ അവസാന സീനിൽ കാണിച്ച ആ വെക്ന ഇച്ചിരൂടെ സ്കെയറിയാണ്. നമ്മൾ സീസൺ 4 കണ്ടതിനേക്കാൾ ഇച്ചിരൂടെ സ്കെയറിയാണ്. പിന്നെ നമ്മൾ മറ്റ് സീസണിലൊക്കെ കണ്ടില്ലേ, ഇതിൽ ഈ ഡെമോഡോഗനാണെങ്കിലും മറ്റ് ആ ക്രീച്ചേഴ്സിനെല്ലാം തണുപ്പാണ് ഇഷ്ടം. ഇതിനങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഹോക്കിൻസിലോട്ട് ഡയറക്റ്റ് കയറി വരികയാണ്. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. പിന്നെ സീസൺ 5 നമുക്ക് സീസൺ 1 മുതലുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. അതായത് വില്ലിനെ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ അപ്സൈഡ് ഡൗണിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ എന്തുകൊണ്ട് ശരിക്കുള്ള ഹോക്കിൻസിൻ്റെ മിറർ ഇമേജ് പോലെ ഇരിക്കുന്നു, അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ടല്ലോ. ഇതിനെല്ലാം ആൻസേഴ്സ് ഉണ്ടാകുമെന്നാണ് ഡഫർ ബ്രദേഴ്സ് പറയുന്നത്. മാക്സ് ഇപ്പോഴും ക്യൂർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഡെമോഗോർഗൻസ് ഇതിൽ മറ്റേതിലകത്ത് ഒത്തിരി വയലൻ്റാണ്. ആ സീൻസൊക്കെ ഉണ്ടല്ലോ, മറ്റേ മിലിറ്ററി ബേസിനകത്ത് കയറി അറ്റാക്ക് ചെയ്യുന്ന സീനൊക്കെ ഭയങ്കര എക്സ്ട്രീംലി വയലൻ്റായിട്ടാണ് കാണിക്കുന്നത്. മാക്സിനൊക്കെ ഇതിന് കീ റോൾ ഉണ്ടായിരിക്കും. കാരണം അത്രയും സാലറി ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോമയിൽ കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കില്ലല്ലോ. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് ഫസ്റ്റ് ഷാഡോ എന്ന് പറയുന്ന ഒരു തിയേറ്റർ പെർഫോമൻസ് അത് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഉണ്ട്. അതിൽ ഈ ഹോപ്പർ അല്ലെങ്കിൽ ജോയ്സ് ആ ഒരു ഇതിൽ സ്ട്രേഞ്ചർ തിങ്സിലെ ആ ഒരു സീനിയറായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ യങ്ങായിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഹെൻറിയുടെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. എങ്ങനെ ഈ ഡയമെൻഷൻ എക്സ് എന്താണ്, എങ്ങനെയാണ് ഈ പവേഴ്സ് എങ്ങനെയാണ് വന്നത്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഈ സീസൺ 5